യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ബെഥേസ്ദ എന്ന കുളക്കരയിൽ 38 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് കാണാൻ കഴിയുന്നുണ്ട്. നാനാവ്യാധിക്കാർ സൗഖ്യം കാത്ത് ആ കുളക്കരയിൽ കിടന്നിരുന്നു. കുളം ദൂതൻ കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നത് ആരാണോ അവരാണ് സൗഖ്യം പ്രാപിക്കുന്നത്. എന്നാൽ യേശു ഈ മനുഷ്യനെ കുറിച്ച് കേൾക്കുകയാണ്. 38 വർഷമായി കിടക്കുന്ന ഒരാൾ. ആ ഒരു അധ്യായത്തിൽ അവിടെ പറയുന്നൊരു വാക്യമുണ്ട്, ഏറിയ കാലമായി. 38 വർഷം എന്ന് പറയുമ്പോൾ ഒരു പുരുഷായുസിന്റെ നല്ലൊരു അംശം തീർന്നിരിക്കുകയാണ്. ഈ മനുഷ്യൻ കുളക്കരയിൽ തന്നെ കിടക്കുകയാണ്, എങ്ങനെങ്കിലും സൗഖ്യം പ്രാപിക്കണം. ഈ കാലം അല്ലെങ്കിൽ സമയദൈർഘ്യം ഒരു വലിയ പ്രശ്നമാണ്. ചില സമയത്തൊക്കെ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ, സൗഖ്യം കിട്ടാതെ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ പറയും ഇനി ഇതിന് ഉത്തരം കിട്ടത്തില്ല. കാരണം 5 വർഷമായി, 4 വർഷമായി, 10 വർഷമായി, ഇത് 38 വർഷമായി ഈ മനുഷ്യൻ സൗഖ്യമില്ലാതെ കിടക്കുകയാണ്. അപ്പൊ ഏറിയ കാലമായി എന്നാണ് വചനം പറയുന്നത്. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില പ്രാർത്ഥനാ വിഷയങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില താല്പര്യങ്ങൾ ഏറിയ കാലമായി സാധിക്കാതെ കിടക്കുന്നതുണ്ട്. നാം മാറ്റിയിട്ടതുണ്ട്. പ്രാർത്ഥിച്ച് നാം ക്ഷീണിച്ചു പോയതുണ്ട്. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർത്തോണം, കർത്താവ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഏറിയ കാലമായിട്ടും ഉത്തരം കിട്ടാത്ത ചിലതിന് ഉത്തരം തരാൻ വേണ്ടിയാണ്. യേശുവിനെ സംബന്ധിച്ച് കാലദൈർഘ്യം ഒരു പ്രശ്നമല്ല. എത്ര നാളായി ഉള്ളത് വിഷയമല്ല. ലാസർ മരിച്ച് അടക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടെയുള്ളവർ പറയുകയാണ് 3 നാളായി, നാറ്റം വെച്ചു. കർത്താവ് പറയുന്നത് ഒന്നും പ്രശ്നമില്ല, അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. അപ്പൊ മാനുഷികമായി നമ്മൾ പലപ്പോഴും പല സമയങ്ങളും വർഷങ്ങളും ഒക്കെ വെച്ചാണ് കണക്ക് കൂട്ടുന്നത്. എന്നാൽ നാം അറിയേണ്ടത്, കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഈ കാലദൈർഘ്യം ഒന്നിനും തടസ്സം ആകുന്നില്ല. ഏറിയ കാലമായി സൗഖ്യം ലഭിക്കുന്നില്ല, ഇത് തടസ്സമല്ല. കർത്താവിന് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം നീക്കിവെച്ച കാര്യങ്ങൾക്ക് മറുപടി തരാൻ, ഉത്തരം തരാൻ യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കണം. ഇന്ന് യേശു നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഒത്തിരി നാളായി നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നത്തിന് പരിഹാരം തരാൻ വേണ്ടിയാണ്. ഒത്തിരി നാളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന ഒരു ദുഃഖത്തിന് പരിഹാരം തരാൻ വേണ്ടിയാണ്. ഒരു പക്ഷെ നിങ്ങളുടെ അകത്ത് ഒരു പുകയുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഉത്തരം തരാൻ യേശു ഇന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, കർത്താവിനോട് പറ, കർത്താവേ എനിക്ക് സൗഖ്യമാകണം. കർത്താവ് ഇന്ന് നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടോ? ഈ ദുഃഖത്തിൽ നിന്ന്, ഈ നിരാശയിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടോ? ഈ പകയിൽ നിന്ന്, പിണക്കത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹമുണ്ടോ? ഉണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, കർത്താവ് ബാക്കി ചെയ്തോളൂ. അപ്പൊ കർത്താവോട് ചോദിക്കുക, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഇന്നും അതിനെ ചോദിക്കും, നിനക്ക് മനസ്സുണ്ടോ? ചില കാര്യങ്ങൾ ക്ഷമിക്കാൻ, ചിലത് വിട്ടുകളയാൻ, ചിലത് മറന്നു കളയാൻ നിനക്ക് മനസ്സുണ്ടോ? എഴുതിത്തള്ളി സാധ്യമല്ല എന്ന് പറയുന്ന ചിന്തിക്കുന്ന ചിന്താഗതികളെ മാറ്റുവാൻ നിനക്ക് മനസ്സുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല. കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നമാണെങ്കിൽ പോലും, ഒത്തിരി നാളുകളായി സാധിക്കാത്താണെങ്കിൽ പോലും കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. കല്ലറക്കിലേക്ക് യേശു വരുമ്പോൾ 4 നാളായി നാറ്റം വെച്ചു എന്ന് പറയുമ്പോൾ യേശു പറയുക, അവന് ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നിങ്ങളുടെ വിഷയത്തിൽ എല്ലാവരും നിങ്ങളെ കൈവിട്ടു, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ കർത്താവ് പറയുക, നിങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ട്, നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഏറിയ കാലമായി നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട്. നാളുകൾ നീണ്ടുപോയി, നിങ്ങൾക്കൊരു സൗഖ്യമുണ്ട്, നിങ്ങൾക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ പറയണം, എന്റെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നാളുകൾ നീണ്ടുപോയാലും അല്പം വൈകിയെന്ന് പറഞ്ഞാലും കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. അതെ, നിങ്ങളുടെ വിഷയത്തിന് വേണ്ടി, നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി പരിഹാരത്തിനായി യേശുവിലേക്ക് വരികയാണ്. നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് മനസ്സുണ്ടോ? അതേ, മനസ്സുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യട്ടെ. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് വലിയത് പ്രതീക്ഷിക്കാം, ദൈവത്തിന് വേണ്ടി വലുതായ കാര്യങ്ങൾ ചെയ്യാം. കർത്താവ് അതിനായിട്ട് കൃപ ചെയ്യട്ടെ. കർത്താവെ, ഞങ്ങൾ പ്രിയ സ്നേഹിതനെ അനുഗ്രഹിക്കുന്നു. അവർ നേരിടുന്ന പ്രശ്നത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ കരം ഇറങ്ങി വരണമേ, അത്ഭുതങ്ങൾ ചെയ്യണം. ഏറിയ കാലമായി, 4 നാളായി നാറ്റം വെച്ചു, എന്നാൽ ഇതിനൊക്കെ അപ്പുറത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മാതാവ്, ഈ സഹോദരനെ, ഈ സഹോദരിയെ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർത്താവ് ഒന്നിറങ്ങി വരുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.